കേരളത്തിലെ 40 സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ നൽകുമെന്ന SKN40 വാഗ്ദാനം പാലിച്ചിരിക്കുകയാണ് 24. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നാണ് 24 പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. അല്പസമയത്തിനകം എറണാകുളം തൃക്കാക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. SKN40 യാത്രയുടെ ഭാഗമായാണ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഇങ്ങനൊരു ഉറപ്പ് നൽകിയത്. ആ വാഗ്ദാനം ഇപ്പോൾ പാലിക്കപ്പെടുകയാണ്. കേരളത്തിലെ 40 സർക്കാർ സ്കൂളുകളിലാണ് കമ്പ്യൂട്ടർ നൽകുന്നത്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ആ പദ്ധതിക്ക് അല്പസമയത്തിനകം തന്നെ ആ പദ്ധതി യാഥാർത്ഥ്യമാകും. അതിൻ്റെ ഉദ്ഘാടനം തൃക്കാക്കരയിൽ നടക്കാൻ പോവുകയാണ്. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാംകുമാർ, അങ്ങനെ മറ്റൊരു വാഗ്ദാനം കൂടി 24 നടപ്പിലാക്കുകയാണ്. വിശദാംശങ്ങൾ. അനുജ, അഭിമാനപൂർവ്വം 24 അതിൻ്റെ നമ്മുടെ വാഗ്ദാനം നടപ്പാക്കുകയാണ്. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 40 സ്കൂളുകളിലേക്ക് ഉള്ള കമ്പ്യൂട്ടറുകളുടെ വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകളാണ് ആരംഭിക്കുന്നത്. ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ ഉള്ള ആളുകളാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ആ ചടങ്ങുകൾ നടക്കും. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സഹായത്തോടുകൂടി നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം, ആ തയ്യാറായ തൃക്കാക്കര VHSE സ്കൂളിലെ ആ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്കൂളുകൾക്കും 14 ജില്ലകളും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ കമ്പ്യൂട്ടറുകൾ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു നൽകുന്ന മഹത്തായ ഒരു പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ SKN നടത്തിയ പോരാട്ടത്തിന്റെ അടുത്ത നടപടി എന്നുള്ള ഘട്ടത്തിലാണ് നമ്മൾ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ പഠനോപകരണങ്ങൾ ഉൾപ്പെടെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്നത്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നിപ്പോൾ തൃക്കാക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കാൻ പോവുകയാണ്. അതിനുശേഷം കേരളത്തിലെ മറ്റ് ജില്ലകളിലും ആ പരിപാടി നടക്കും. ആ ചടങ്ങിലേക്ക് കേരളത്തിലെ 40 സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കും. അതിൽ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന പദ്ധതി, അത് വാഗ്ദാനമായിരുന്നു 24ന്റെ. ആ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. 40 സർക്കാർ സ്കൂളുകളിലേക്കാണ് കമ്പ്യൂട്ടറുകൾ 24 നൽകുന്നത്. കമ്പ്യൂട്ടർ ലാബുകളുടെ ഉദ്ഘാടനം അതിപ്പോൾ നടത്തിയിരിക്കുന്നു. ആ വാഗ്ദാനം കൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. SKN40 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു ഇത്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ടാണ് 24 ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. തൃക്കാക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നിരിക്കുന്നത്. 40 സർക്കാർ സ്കൂളുകളിലേക്ക് കമ്പ്യൂട്ടറുകൾ നൽകുക എന്നുള്ള പദ്ധതി അതിപ്പോൾ നടപ്പായിരിക്കുന്നു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് 24 നടപ്പാക്കുന്ന പദ്ധതി. SKN40 ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായാണ് ഇനിയൊരു വാഗ്ദാനം 24 നൽകിയത്. ആ വാഗ്ദാനം ഇപ്പോൾ സഫലീകരിക്കപ്പെടുകയാണ്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നിർവഹിച്ചിട്ടുള്ളത്. ശ്യാംകുമാർ തുടരുന്നുണ്ട്. ശ്യാം, അങ്ങനെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ പറയും. പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. സർ, നമ്മുടെ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ നമ്മൾ കൊടുത്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. അത് പാലിക്കാൻ നമുക്ക് കാരണക്കാരാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ. ഇത് SKNന്റെ ഈ കേരള യാത്രയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി രൂപപ്പെട്ടതും
അതിനുവേണ്ടി എൻ്റെ ചേർന്ന് പിടിക്കാൻ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ തയ്യാറായതും കേരളത്തിലെ പല ഗവൺമെൻറ് സ്കൂളുകളിലും ഇന്ന് പഠന സാമഗ്രികളെല്ലാം ഉണ്ടെങ്കിൽ പോലും കമ്പ്യൂട്ടർ ലാബുകൾ വേണ്ട തരത്തിൽ ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തിരഞ്ഞെടുക്കാൻ SKN പറഞ്ഞതും അതിൽ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ സഹകരിച്ചതും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്നിവിടെ അതിൻ്റെ ഒരു സ്ഥലത്തെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. 40 സ്ഥാപനങ്ങളിൽ ഇതുപോലെ കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്ത് അതുപോലെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും സുഗമമാക്കാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. PP ജെയിംസ് ആണ് ഇതിൻ്റെ മുഖ്യ സംഘാടകൻ. SKN at 40യുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനായിട്ട് ചേർന്നുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നത്. ഗവൺമെൻറ് സ്കൂളുകൾക്ക് നൽകണമെന്നാണ് പൊതുവായിട്ട് നമ്മൾ തീരുമാനിച്ചത്. കാരണം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഗവൺമെൻറ് സ്കൂളുകളിലാണ്. 40 ഗവൺമെൻറ് സ്കൂളുകളിൽ നമ്മൾ ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇപ്പോൾ SKN at 40യുടെ പ്രധാനത തന്നെ ലഹരിക്കെതിരെയുള്ള MDMA പോലുള്ളതിനെതിരെയുള്ളതാണ്. അതിനൊരു ബദൽ സൊല്യൂഷൻ എന്ന രീതിയിൽ കൂടിയാണ് കമ്പ്യൂട്ടറും ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് SKN at 40യുടെ ഭാഗമായിട്ട് ഈ പദ്ധതി നമ്മൾ ഏറ്റെടുത്തത്. SKN. ഓക്കെ, താങ്ക് യു ശ്യാം. അപ്പോൾ അങ്ങയുടെ ഫുൾ നെയിം എന്താണ്? എൻ്റെ പേര് മനോജ്. ഞാൻ തിരുവനന്തപുരം എൻ്റെ സ്ഥലം. ഇപ്പോൾ അച്ഛമായിട്ട് തൃക്കാക്കര സ്കൂളിൽ വന്നതാണ്. സന്തോഷം. അപ്പോൾ ഇപ്പോൾ ഈ സ്കൂളിൽ ഇപ്പോൾ ഇത് വരുന്നതുകൊണ്ട് എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക? നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചത് വളരെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ്. ഇന്ന് നമ്മുടെ സ്കൂളിന് കുറച്ച് കമ്പ്യൂട്ടർ കിട്ടുന്നു. കമ്പ്യൂട്ടറൊക്കെ വളരെ കുറവായിരുന്നു നമ്മുടെ ലാബിൽ, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയില്ലായിരുന്നു. അപ്പോൾ ഇത് കിട്ടുന്നതോടുകൂടി നമുക്ക് സഫീഷ്യൻ്റായിട്ട് കുട്ടികൾക്ക് കമ്പ്യൂട്ടർ കൊടുക്കാൻ പറ്റും. അവിടെ കമ്പ്യൂട്ടർ പഠനം നല്ല രീതിയിലാക്കാൻ പറ്റും. മറ്റു വിഷയങ്ങളും നമുക്കിതിലൂടെ പഠിപ്പിക്കാനും പറ്റും. വളരെ സന്തോഷം. ഓക്കെ, അപ്പം നമുക്കിനി നമുക്ക് തൃക്കാക്കര സ്കൂള് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല. നമുക്കറിയാമല്ലോ 24 ചാനൽ 2018 ശേഷം വന്ന ഈ ചാനൽ മറ്റ് ചാനലുകളെ കവർ ചെയ്യുന്ന രീതിയിലുള്ള അവതരണ രീതി, ഈ ചാനലിൻ്റെ ആ ഒരു ഇത് സ്കൂളിനെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്പ്യൂട്ടറുകൾ കാണിക്കാൻ സെലക്ട് ചെയ്ത ഈ സ്കൂളിന് 40 സ്കൂളിന് ആദ്യത്തെ സ്കൂളായി തിരഞ്ഞെടുത്തതിൽ ആ ടീം അംഗങ്ങളെയും സാറിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. തുടർന്നുള്ള പദ്ധതികളിലും ഞങ്ങളുടെ സ്കൂളിനെ പ്രത്യേകം തൃക്കാക്കര സ്കൂള് തിളങ്ങി നിൽക്കട്ടെ. ഓണ സമയത്ത് തൃക്കാക്കര തന്നെ തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയ പൊതുസമ്മേളനത്തിലേക്ക് നീങ്ങാം. താങ്ക് യു. തൃക്കാക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. SKN 40 യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം അതിപ്പോൾ നടപ്പിലായിരിക്കുന്നു. 40 സർക്കാർ സ്കൂളുകൾക്ക് കമ്പ്യൂട്ടർ നൽകുന്ന പദ്ധതി ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നാണ് 24 ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നിർവഹിച്ചത്. 40 സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുമെന്ന SKN 40യിലെ വാഗ്ദാനം നടപ്പിലായിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.